ഞാനായി ഓട്ടോ ആദ്യം വിളിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഞാനല്ലേ ആദ്യം കേറി ഇരുന്നത്. പൊയ്ക്കോ ചേട്ടാ, ടൗൺ ഹാളിലേക്ക് പൊയ്ക്കോ. ഞാനും അങ്ങോട്ട് തന്നെ പോകുന്നത്. റോളർ സ്കേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാ വിട്ടു. നമുക്കിനി ഒരുമിച്ച് തന്നെ പോവാം. ഞാൻ ആരുടെയും കൂടെ എന്റെ റൈഡ് ഷെയർ ചെയ്യുന്നില്ല. വീട്ടു പോയേട്ടാ, മാറി നിക്ക്, കാറ്റ് കിട്ടട്ടെ. പോ ചേട്ടാ, നിനക്ക് റോളർ സ്കേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല. എന്റെ കൂടെ റേസ് കളിക്കുക ചേട്ടാ, സ്പീഡായിട്ട് വിട്ടു പോയിക്കോ. ഞാനിവന്റെ അമ്മാവൻ. ഞാൻ കാര്യങ്ങൾ വിശദമാക്കി തരാം. ദീവാന മസ്താന റോളർ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ ഒരു ഡബിൾ റേസ് ആണ്. അതായത് നിങ്ങൾ സ്വന്തം പാർട്ട്നേഴ്സിന്റെ കൈ പിടിച്ചുകൊണ്ടാവണം സ്കേറ്റിംഗ് ചെയ്യേണ്ടത്. റേസ് അവസാനിക്കുന്നത് വരെയും പരസ്പരം കൈവിട്ടു പോകാൻ പാടില്ല. മനസ്സിലായോ? നീ എത്തിയോ വിട്ടു? വേഗം വാ, നമുക്ക് ഫോം പൂരിപ്പിക്കാം. ഞാൻ കാര്യങ്ങൾ വിശദമാക്കി തരാം. ദീവാന മസ്താന റോളർ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ ഒരു ഡബിൾ റേസ്. ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും നോക്കണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം. എന്നാ പിടിച്ചോ ഫോം. അതെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞങ്ങൾ നിനക്ക് മുമ്പേ ഇവിടെ എത്തിപ്പെട്ടു. ഇവിടെ നീ എന്നെക്കാളും മുമ്പേ എത്തിക്കാണും, പക്ഷെ റേസിൽ നിനക്ക് മുമ്പിലെത്താൻ പറ്റില്ല. അത് നമുക്ക് കണ്ടറിയാം. മാമാ, എങ്ങനെയെങ്കിലും നമുക്ക് ഈ റോളർ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ ജയിച്ചേ നീ പറ്റൂ. എന്തിനാ മോനെ ആശങ്കപ്പെടുന്നത്? നിനക്കറിയാമോ, ചീറ്റിങ്ങിൽ ഞാൻ ചെറുപ്പം മുതലേ എക്സ്പേർട്ട് ആയിരുന്നു മോനെ. നിന്റെ അമ്മാവനുണ്ടല്ലോ, എല്ലാവരോടും ചീറ്റിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ മോനെ. ഈ കോമ്പറ്റീഷൻ നമ്മൾ ജയിക്കും. മമ്മി, ഞാനെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ ടേബിളിന്റെ ടയർ നമുക്കിന്ന് പ്രയോജനപ്പെടും. ഞാനത് ഉപയോഗിച്ചൊരു റോളർ സ്കേറ്റ് ഉണ്ടാക്കും. എടു ബഹദൂറെ, നിന്റെ ഈ കൊടവയറും വെച്ച് നേരാൻ വണ്ണം ഒന്ന് ഓടാൻ പോലും നിനക്കാവില്ല. എന്നിട്ട് നീ റേസിൽ പങ്കെടുക്കാണല്ലോ. And now, skaters, go! എന്റെ മാമാ, നമ്മളെല്ലാരെയും കാട്ടിലും പുറകിലാ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ്. ഇതാര്, ബഹദൂറോ? വലിയ വലിയ കള്ളന്മാരെ പിടിക്കാറുള്ള ആ പോലീസുകാരൻ തന്നെയല്ലേ നിങ്ങൾ? ഞാൻ നിങ്ങളുടെ ധീരസാഹസങ്ങളുടെ കഥ ധാരാളം കേട്ടിട്ടുണ്ട്. നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം തോന്നുന്നു ബഹദൂർ സാറേ. ഇതെന്നാ പറ്റിയേ? അയ്യോ, നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഒന്നും നിർത്തണോ? ഈ ബിട്ടുവിന്റെ അമ്മാവൻ നമ്മളിട്ട് വട്ടം കറക്കണ കണ്ടില്ലേ? എങ്ങനെയുണ്ട് ബഹദൂർ സാറേ? കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഞാനിതുപോലെ എല്ലാവരോടും ചീറ്റിംഗ് ചെയ്യാറുണ്ട്. നിങ്ങൾ എന്താണോ ഇങ്ങനെയായി പോയത്? റേസ് ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇത് അവസാനിപ്പിച്ചല്ലോ. അതും പോരാഞ്ഞ എന്റെ മേക്കപ്പ് നശിപ്പിച്ചല്ലോ. മിമിക്രി ചേട്ടാ, നമ്മളിങ്ങനെ കറങ്ങേണ്ടി വരുമെന്ന് കാലത്ത് ഞാൻ നക്ഷത്രഫലത്തിൽ വായിച്ചിരുന്നു. അയ്യോ, അത് കണ്ടു അനന്തരവാ. ഇങ്ങനെ നേരായ മാർഗത്തിൽ സ്കേറ്റിംഗ് നടത്തുന്നത് പോരാഞ്ഞിട്ടാണോ വളഞ്ഞ മാർഗത്തിൽ സ്കേറ്റിംഗ് ചെയ്യേണ്ടി വരുന്നത്? അത് കണ്ടില്ലേ? ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അനന്തരവാ. ഐഡിയ
ഐഡിയ. അമ്മാവ ആ വളവ് തിരിഞ്ഞു പോയാൽ ഒരു ജിലേബി കടയുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും ആലോചിക്കൂ. ആ വളവിൽ ഒരു ജിലേബി കട ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അമ്മാവ? ഓ, ഞാൻ എപ്പോഴും സ്വയം അറിയാതെയാണല്ലോ ജിലേബിയുടെ അടുത്തെത്തുന്നത്. ബെല്ല സാറിനെ റേസിൽ നിന്നും പുറത്താക്കാൻ നമുക്ക് അയാളുടെ അത്യാർത്ഥി തന്നെ ആയുധമാക്കാൻ വിട്ടു. ബെല്ല സാറേ, ഇതാ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ നോട്ട് പറന്നു പോയിരിക്കുക. പറക്കുന്നത് കണ്ടില്ലേ? അതേ പല്ലിച്ചേട്ടാ, റേസിന്റെ പാത ഇതാണ്. നമ്മൾ ഈ ഭാഗത്ത് കൂടിയാണ് പോവേണ്ടത്. അയ്യോ അയ്യോ എന്റെ നോട്ട്. അയ്യോ. എന്റെ ദൂരെ. അത് കയ്യെത്ത് ദൂരത്തുള്ള കാശ് ബല്ല ഒരിക്കലും വെറുതെ കളയില്ല. പണം കണ്ടാൽ ഈ പല്ലച്ചേട്ടൻ എപ്പോഴും വേഗതയും വെപ്രാളവും കാണിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും വേഗത്തിൽ ഓടാനൊന്നും പറ്റില്ലല്ലോ ദൈവമേ. അയ്യോ, എന്റെ നോട്ട്. ഭല്ലയും പർമീന്ദറും കൈവിട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഈ റേസിൽ നിന്നും ഡിസ്ക്വാളിഫൈ ആയിരിക്കുകയാണ്. എന്റെ നോട്ട് നോട്ട്. എന്റെ നോട്ട് കിട്ടിയേ. 100 രൂപ നോട്ട് കിട്ടിക്കാണും. പക്ഷെ നിങ്ങൾ എവിടെയാണെന്ന് ആലോചിക്കേ. അയ്യോ, ആരെങ്കിലും വന്നത് പല്ലച്ചേട്ടനെ രക്ഷിക്കണേ. അയ്യോ. ഈ ഒരവസ്ഥയിൽ അമ്മാവൻ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. ബല്ല സാറിനെ രക്ഷിക്കുമോ അതോ റേസിൽ ജയിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുമോ? ഇതേക്കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല. ഞങ്ങൾ വല്ലാങ്കിളിനെ രക്ഷിക്കാൻ പോവുകയാണ്. അമ്മാവ കയ്യിന്ന് പിടിവിടല്ലേ. ആരെങ്കിലും വന്നൊന്ന് എന്റെ ചേട്ടനെ രക്ഷിക്കണേ. എടോ അമ്മാവോ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. താങ്ക് യു അനന്തരവാ. താങ്ക് യു അമ്മാവാ. എന്റെ അനന്തരവാ, എങ്ങനെയെങ്കിലും ഈ റേസിൽ നീ തന്നെ ജയിച്ചേ പറ്റൂ. ആ ബിട്ടുവിനെയും അവന്റെ ചീറ്റർ അമ്മാവനെ തോപ്പിക്കണം. ചേടാ, ആ അമ്മാവനും അനന്തരവനും വീണ്ടും റേസിലേക്ക് എത്തിയല്ലോ. നീ വിഷമിക്കണ്ട മോനെ, ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. അവരെ നമുക്ക് പുറത്താക്കാം. ബിട്ടു, അമ്മാവനെ പോലെ മഹാനായ ഒരു കളിക്കാരിൽ നിന്ന് നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ശരി, ഒരു കാര്യം ചെയ്യും മോനെ, അമ്മാവന്റെ കാൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചോ. അയ്യോ, നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത്? ഒന്ന് നിർത്ത്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അമ്മാവ ഇത് അനുഗ്രഹിക്കാനുള്ള ടൈമാണോ? റേസിൽ ഫോക്കസ് ചെയ്യൂ. റേസിൽ മാത്രം. അതാ നോക്കൂ, ഫിനിഷിൽ ലൈൻ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ അനന്തരവാ, എന്റെ റോളർ സ്കേറ്റർ കാലിൽ നിന്ന് അഴിഞ്ഞു പോവുക. ഒരു റോളർ സ്കേറ്റർ വെച്ച് ഞാൻ എങ്ങനെ സ്കേറ്റ് ചെയ്യാനാ? അയ്യോ പോലെ. അനന്തരവാ, എന്നോട് ക്ഷമിക്കണം മോനെ. ഞാൻ കാരണം ഈ റേസിൽ നീ തോക്കുമല്ലോ. അമ്മാവ ഒന്ന് ഓർത്തു നോക്കിക്കേ. ചെറുപ്പത്തിൽ ഞൊണ്ടിക്കളിയിൽ ചാമ്പ്യൻ ആയിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാലിൽ റോളർ സ്കേറ്റ് വെച്ച് തന്നെ ഞൊണ്ടി നടന്ന് ജയിക്കാൻ സാധിക്കും. മോനെ അനന്തരവാ, നീ പറഞ്ഞത് ശരിയാ. എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. തൊങ്ങിക്കളിക്കുന്നതിൽ ഞാൻ ചാമ്പ്യനായിരുന്നു. എനിക്കത് സാധിക്കും. യെസ്. അമ്മാവ അച്ഛാ. അമ്മാവനും
അനന്തരവനും ജയിച്ചു.